നിങ്ങൾ വന്നോ? ഞങ്ങൾ 4 മണിക്ക് തുടങ്ങി നിന്ന് ഇതും മുട്ടക്കറിയും ചപ്പാത്തിയാണ്. ആയോ? തട്ട് ചൂടായ വെച്ചില്ലല്ലോ. മറന്നോ? അല്ല ഇപ്പൊ വെക്കണ്ടാന്ന് പരത്തിയിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് വെക്കാമോ? 12 വീട്ടുകാർക്കുള്ള ഭക്ഷണം ഇതാ ഇങ്ങനെ അടുപ്പത്താണ്. ചേവരമ്പലം വനിതാ സഹകരണ സംഘത്തിന്റെ ഓഫീസിലാണ് പുലർച്ചെ മുതലുള്ള പാചകം. ഈ കോമൺ കിച്ചന്റെ ബാക്കി കാര്യം പ്രസിഡന്റ് വത്സല ചേച്ചി പറയും. പ്രധാന പാചകം ചെയ്യുന്ന സുലോചന ചേച്ചി രാവിലെ 4 മണിക്ക് വരും. അത് കഴിഞ്ഞ് 5:30 ആകുമ്പോഴത്തേക്കും റുബീന എത്തും. റുബീന ഇവിടെ വിട്ട് വീട്ടിലാണ് ഇവർ 2 പേരെ വീടും. അവർ വന്നാൽ മറ്റ് സഹായങ്ങളും ചെയ്യും. ഭക്ഷണം വിതരണം, പാക്കിങ് അവരാണ് ചെയ്യുക. അപ്പോൾ എനിക്കിത് പണ്ടേ ഇങ്ങനെ എന്തിനാ ഇത്ര അധികം അടുക്കളകൾ എന്നുള്ള തോന്നലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പൊന്നാനി, വള്ളിക്കുന്ന്, അടുത്ത് ബാലുശ്ശേരിയൊക്കെ ഈ ആശയം വെച്ചുകൊണ്ട് തുടങ്ങിയത് അറിയുന്നത്. അപ്പം ഞാൻ അവരെയൊക്കെ വിളിച്ച് അന്വേഷിച്ചിരുന്നു. ഇപ്പം 2 ആളിൽ മിക്കവാറും വീടുകളിൽ 2 or 3 ആളെ ഉണ്ടാവുക. അവിടെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എന്തായാലും കുറച്ച് ബാക്കി വരും. അപ്പോൾ പലരും അത് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കും. പക്ഷേ പിറ്റേ ദിവസം എടുത്ത് പുറത്തേക്ക് കളയുന്ന ആൾക്കാർ വളരെ കുറച്ച് ആൾക്കാർ പിന്നെ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതാണ് പ്രശ്നം വരുന്നില്ല. അവരവർക്ക് ആവശ്യമുള്ള ഭക്ഷണമാണ് കൊണ്ടുപോകുന്നത്. ആ നേരത്തെ കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. ഫുഡ് വേസ്റ്റും ഇല്ല, മറ്റ് അജൈവ മാലിന്യങ്ങളും ഇല്ല. ഒരു ഹോട്ടലോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 4-5 വീട്ടുകാർ, മാക്സിമം ഒരു 20 വീട്ടുകാർ ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കുക. ഒരു അടുക്കള, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇവിടെ വരുന്ന എല്ലാ ചിലവും ഡിവൈഡ് ചെയ്തെടുക്കുന്ന സിസ്റ്റമാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ ആൾക്കാരുടെ കയ്യിൽ നിന്നും ഒരു 3500 രൂപ അഡ്വാൻസ് ആയിട്ട് എടുക്കും. അത് കൂട്ടായി എടുത്ത തീരുമാനം. 3500 രൂപ നമ്മൾ എല്ലാവരും ആദ്യമേ തരും. അതിൽ തികഞ്ഞില്ലെങ്കിൽ ആ മാസത്തെ ചിലവ് ഡിവൈഡ് ചെയ്യുമ്പോൾ കൂടുതൽ വരികയാണെങ്കിൽ അടുത്ത മാസം അത് കൂടുതൽ തരും. കുറവാണെങ്കിൽ അതിൻ്റെ കുറച്ച് തരും. അപ്പോൾ എപ്പോഴും ഒരു ആളുടെ നിന്ന് ഒരു 3500 രൂപ നമ്മുടെ അടുത്തുള്ളത് കൊണ്ട് അതുകൊണ്ടാണ് ചിലവ് എടുക്കുന്നത്. ഈ മുട്ട തൊലി കളയണ്ടേ? ജസ്റ്റ് ആ മുട്ട തൊലി കളഞ്ഞിട്ട് ഇതിലേക്ക് വയ്ക്കുക. അവിടെയുണ്ട്. ആറര മണിക്ക് ഫുഡാവും. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ കറി, പിന്നെ ഉച്ചയ്ക്ക് ഒരു പച്ചക്കറി, നോണ്, ഒരു സൈഡ് കറി, ഉപ്പേരി, ഇത്രയും സാധനങ്ങളാവും. ചോറില്ല. ചോറ് നമ്മൾ കൊണ്ടു കൊടുക്കുന്നില്ല. ചായയും ഇല്ല. അപ്പോൾ വീട്ടിലുള്ളവർക്കൊരു ചോറും ചായയും മാത്രം ഉണ്ടാക്കിയാൽ മതി. രാവിലെ 7:30-8 മണിക്കുള്ളിൽ 5 തട്ടുള്ള ടിഫിൻ കാരിയറിലാണ് ഇത് പാക്ക് ചെയ്ത് പോകുന്നത്. അവരുടെ പാത്രം തന്നെ, വീട്ടുകാരോട് തന്നെ പാത്രം കൊണ്ടുവരാൻ മതി. ഒരു ദിവസം ചിലവ് വരുന്നത് നമ്മൾ വീട്ടിലാണെങ്കിൽ വെള്ളത്തിന്, കറണ്ടിന്, ജോലിക്ക്, അങ്ങനെ തൊടുന്നത് മുഴുവൻ പൈസ ചിലവഴിക്കുന്നതാണ്. പക്ഷെ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ വാങ്ങുന്ന സാധനത്തിൻ്റെ ഉണ്ടാക്കാനുള്ള ഇത് മാത്രമേ കണക്ക് കൂട്ടുള്ളൂ. ഒരു 10-20 വീടുകൾക്ക് ഒരു അടുക്കള എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാടിൽ നല്ലതെന്നുണ്ട്. പക്ഷെ അങ്ങനെ തയ്യാറാവാൻ കുറച്ചുകൂടി സമയം എടുക്കും ആൾക്കാരുടെ മനസ്സ്.